ഹായ് ഫ്രണ്ട്സ് ടൊരിട്ടുപ്പാ അങ്ങനെ വായ്പടുന്ന കോളേജകത്ത് പോയായിരുന്നു. അങ്ങനെ അവർ പോയിട്ട് ടീച്ചറിനോട് കേട്ടായിരുന്നു. അവിടെ ടീച്ചറുണ്ട് വെളിയിൽ. സ്റ്റുഡൻറ്റ് നിങ്ങളേതാ ഇങ്ങനെ ക്ലാസ് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റുഡൻസ് ക്ലാസ്സുകല്ലമ്മ ഇത് ഈ പ്ലേസിലേക്ക് പോകണു. നിന്റെ ക്ലാസ് ഇവിടെ എന്ന് പറഞ്ഞു കൊടുത്തേ ടീച്ചർ. അത് മീറ്റിംഗ് ഉണ്ട് പറയായിരുന്നു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്ക്ക്. ആ മീറ്റിംഗ് അവർ വിളിച്ചായിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പൽ നന്നായിട്ട് സംസാരിച്ചായിരുന്നു. പ്രിൻസിപ്പൽ ഫസ്റ്റ് ഇയർ കോളേജിലേക്ക് കേട്ടോളെ കുട്ടികളെ എന്നെ പ്രിൻസിപ്പൽ അവർ പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാം അത് കേട്ടിട്ട് ക്ലാസ്സിൽ പോയായിരുന്നു. മച്ചി ഞങ്ങളുടെ ക്ലാസ്സിൽ പുതിയ പ്രൊഫസർ വരാൻ പോകുന്നത് എന്നൊക്കെ അതിൽ കുറച്ച് ഗേൾസ് അനുസരിച്ചിട്ട് പോകുമായിരുന്നു. ഹീറോയ്ക്ക് ഒന്നുമില്ല. പുതിയ പ്രൊഫസറാ ഞങ്ങൾ ക്ലാസ്സിക്കാ ആരായിരിക്കും അത് എന്ന് പറഞ്ഞ് അവർക്ക് കൺഫ്യൂസ് ആയിരുന്നു നമ്മളെ ഹീറോയ്ക്ക്. ശരി, ഓക്കെ എന്ന് മിണ്ടാതിരുന്നായിരുന്നു. ആയിട്ട് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്നാണ് ഗുഡ് മോർണിംഗ് സർ എന്നെ പറയായിരുന്നു. എല്ലാവരും എനിക്ക് നിന്ന് ചൊല്ലിവിടായിരുന്നു. അങ്ങനെ ഹീറോയെ അവിടെ ഇരുന്നിട്ട് തലവൊക്കെ ഇരുന്നായിരുന്നു. എന്താ എനിച്ചിന്നോ ഇങ്ങനെ നിന്നായിരുന്നു ഹീറോയെ. ഇത് തിരിഞ്ഞു നോക്കായിരുന്നു. വായി വെള്ളം നോക്കി ഇവർക്ക് രണ്ടാൾക്ക് എന്ത് പറ്റി എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജിന്നുണ്ടായിരുന്നു. ഹൈ സ്റ്റുഡൻസ്, മൈ നെയിം ഈസ് ജിൻ. അങ്ങനെ ജിന്നി പറയുന്നു, ഞാൻ നിങ്ങളെ ക്ലാസ് ടീച്ചറാണ്. അതുമാത്രമല്ല ഞാൻ നിങ്ങൾക്ക് എന്ത് പാഠം പഠിപ്പിക്കാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് മാത്സ് പ്രൊഫസറാണ് എന്ന് പറഞ്ഞായിരുന്നു ജിന്ന്. ഇത് കേട്ട എല്ലാ ഗേൾസ് ആഹാ ഹാ എന്ന് വാജുള്ളിവിടായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഇവർക്കെന്താ ലൂസാ എന്ന് പറഞ്ഞ് ഹീറോ റിയാക്ഷൻ ചേഞ്ച് വയ്ക്കും. അങ്ങനെ ജിൻ ക്ലാസ് എടുത്ത് ജിന്നിൻ്റെ ക്ലാസ് കഴിഞ്ഞായിരുന്നു വെളിയിൽ വന്നായിരുന്നു. ഫ്രണ്ട്സുകൾ പറയായിരുന്നു, മച്ചി അത് ഇല്ലടി ഞാൻ ബാത്റൂം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹീറോയുടെ ഫ്രണ്ട് ബാത്റൂം കൂടി. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ടാൻ പോകുന്നതുകൊണ്ട് വെള്ളടിച്ചു പോവാന്ന് വെളിയിൽ കുറച്ചൊക്കെ ഇറങ്ങിയിട്ട് വന്ന് അങ്ങനെ പോയതായിരുന്നു. എന്നാൽ ക്ലാസ് ടീച്ചർ വരാൻ പോകുന്നു എന്ന് പറയായിരുന്നു. അങ്ങനെ ഒരാൾ നല്ല സ്റ്റൈലായിട്ട് നടന്നുകൊണ്ട് വന്നായിരുന്നു. അതെ, അത് പറഞ്ഞ ശുഗ വന്നായിരുന്നു ക്ലാസ്സിക്ക്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നു. ശുഗനെ കണ്ടിട്ട് കുറച്ച് ഗേൾസ് ചൊല്ലിവിടായിരുന്നു. ടെറർ പുസ്തകമായിട്ട് സുഖ സംസാരിച്ചായിരുന്നു. കേട്ട സ്റ്റുഡൻസ്, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് പഠിപ്പിക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് സയൻസ് പ്രൊഫസറാണ് എന്ന് പറയുന്നു. സുഖ സയൻസ് പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ശുഗ പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. ശുഗൻ്റെ ക്ലാസ് കഴിഞ്ഞായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ക്ലാസ്ക്ക് പറഞ്ഞ ആറും വന്നായിരുന്നു. ആറും കണ്ട എല്ലാ ഗേൾസ് വാവ് വാട്ടായിട്ട് ക്യൂട്ടായിട്ടുണ്ടെന്ന് ചൊല്ലിവിടായിരുന്നു. ആറും ഗുഡ് നെയിംസ് സ്റ്റുഡൻസ് പിന്നെ എല്ലാവരുടെ എൻട്രി എല്ലാം അങ്ങനെ പേരെല്ലാം ഓടി അവർക്ക് കുറിച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആറും ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ആറും ഒരു ക്ലാസ് എടുക്കാമായിരുന്നു. ആറാമത് സൈറ്റ് എടുക്കാതെ വെച്ച് കണ്ടിട്ട് സൈറ്റ് എടുക്കണ്ട. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അന്നിന് കാലക്ക് ഒരു ചോട്ടി എന്ന് പറയായിരുന്നു. ആറും തിരിഞ്ഞു നോക്കിയായിരുന്നു. എന്താ അവിടെ എന്ന് പറയായിരുന്നു. ആറും ക്ലാസ് ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് ആറും പിള്ളേർ അടുപ്പിച്ച് പോയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇവരെന്താ സംസാരിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അവർ കൺഫ്യൂസ് ആയിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് നല്ല പഠിക്കുന്നതായിരുന്നു. അവൾ എന്ത് സംസാരിക്കുന്നത് പാട്ട് മതി എല്ലാം ഉണ്ട് ഹീറോയുടെ ഫ്രണ്ടിക്ക്. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എടീ എന്ന് പറയായിരുന്നു. പൊടി എനിക്ക് പാട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നോക്കായിരുന്നു. അങ്ങനെ ഒരു 3 പേരാണ് ക്ലാസ് പഠിപ്പിക്കാൻ വരാം. ബാക്കിയുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കാമായിരുന്നു. അതെ, ബാക്കി ബിസിനസ് അത് ഇത് നോക്കാമായിരുന്നു. അവർ കോളേജ് പ്രൊഫസറാണ്. ചിലപ്പോൾ ഇപ്പോൾ 3 പേര് വന്നില്ല, അവരാണ് ക്ലാസ് എടുക്കുന്നത്. സ്വന്തം കോളേജാണ്. അതുകൊണ്ട് അങ്ങനെ ക്ലാസ് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോ 3 പേർ വെച്ച് കണ്ടെടുക്കാൻ സൈറ്റ് അടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇവർക്കാണ് ആൻസം ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിൽ ഒരു ക്ലാസ്സിൽ ഒരു വലിയ ആൾ മതിയാക്കായിരുന്നു. സോഫിയ പറയുന്നത് കേട്ടായിരുന്നു ഹീറോയ്ക്കോ ഹീറോയുടെ ഫ്രണ്ട്സൊക്കെ. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. സോഫിയ പറയായിരുന്നു, ഞാൻ ജിൻ സാർക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പോവാ എന്ന് സോഫിയ പറഞ്ഞു. ഈ സത്യോടെ അതെ നോക്കൂ ഞാൻ പ്രൊപ്പോസ് ചെയ്യാം. ഹീറോയുടെ വീട് ചേഞ്ച് ആയി. എന്താ പ്രൊപ്പോസ് ചെയ്യാൻ പോവാ എന്ന് പറയായിരുന്നു. അതെടി ഇപ്പോഴല്ലടി പ്രൊപ്പോസ് ചെയ്യാൻ പിന്നെ നാളെ ഇത് സോങ്സ് ഡാൻസ് എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നാളെ അത് ചെയ്യാൻ പോവാം എന്നാ ഹീറോയ്ക്ക് കേട്ട് ഹാർട്ട് അറ്റാക്ക് വന്നു. എനിക്ക് എന്താ നാളെ ആർക്ക് ബാക്കി ഗേൾസ് സംസാരിക്കുന്നു. ഇത് കേട്ട് 3 പേർക്ക് 3 ഗേൾസ് പ്രൊപ്പോസ് ചെയ്യുന്ന കേട്ടിട്ട് ഹീറോയ്ക്ക് ടെൻഷനായി. എങ്ങനെ പ്രൊപ്പോസ് ചെയ്യാൻ നോക്കാം, ഞാൻ നാളെ പ്ലാൻ വെച്ചിരുന്നു. ഹീറോയി പ്ലാൻ ഇട്ടായിരുന്നു. ഈ ഫോട്ടോ എടുക്കാൻ മതി സാരി നല്ല ഇട്ടൊരു സ്റ്റൈലായിട്ട് ഹീറോയി ഇങ്ങനെ കോളേജൊക്കെ വന്നായിരുന്നു. എല്ലാ ബോയ്സും ജൊല്ലി വിടുന്ന സൈറ്റ് അടിക്കുന്ന 2 ബോയ്സ് ഇങ്ങനെ നടന്നുകൊണ്ട് പോയായിരുന്നു. മുട്ടിയായിരുന്നു. അയ്യോ അത് പറഞ്ഞ് ഹീറോയിനെ നോക്കാം. ഒരു ബോയ് ഇങ്ങനെ ബൈക്കിൽ ഇരുന്നിട്ട് സ്റ്റൈലായിട്ട് ഇറങ്ങി പോകുമ്പോൾ ഹീറോയിനെ നോക്കി ജൊല്ലി വിട്ട് അവൻ താഴെ വീണു. ബൈക്ക് വീണു, അവൻ വീണു. എല്ലാ ബോയ്സും അങ്ങനെ. ഒരു ബോയ്സ് ഫുഡ് കഴിക്കാൻ പോവുക. ഫുഡ് എന്ന് കഴിച്ചോണ്ട് അത് താഴെ വീണു. അവിടുത്തെ
ക്ലീൻ ചെയ്യണ വർക്ക് പറയായിരുന്നു. ഇങ്ങനെ ഓരോന്ന് ഹീറോയിനെ ജൊള്ളി വിട്ട് സൈറ്റ് അടിച്ച് നോക്കായിരുന്നു. അവിടെ ഉള്ള ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ ടെൻഷനായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കാണാൻ സൂപ്പർ ഇല്ലടി ഇവളെ ജൊള്ളി വിടുന്നല്ലോ എന്ന് പറഞ്ഞ് ഗേൾസൊക്കെ കേണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ അതെ സ്റ്റേജ് പ്ലേസൊക്കെ വന്നായിരുന്നു. സ്കൂൾ ക്ലാസ് കുറച്ചൊരു പാർട്ടിയാണ്. അങ്ങനെ റിച്ച് ബോയ്സ് വരാൻ പോകുന്നത് ഹീറോയിൻ ഒരു 7 പേര് ഇൻട്രോ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രിൻസിപ്പൽസ് അനുസരിച്ചായിരുന്നു. അത് 7 ബ്ലാക്ക് കാറായിട്ട് വന്നു. ആ കാറിൽ 7 ബോയ്സ് നടന്ന സ്റ്റൈലാണ് നടന്നുകൊണ്ട് വന്നായിരുന്നു. അവിടുത്തെ ഗേൾസ് വാവ് ഇനി ബാക്കി മെമ്പേഴ്സ് ഉണ്ടാ വാവ് വാവ് എന്ന് ജൊല്ലു വിട്ട് സൈറ്റ് അടിക്കുക എല്ലാ ഗേൾസ്. അത് 7 പേർ അവർക്ക് സീറ്റുണ്ട് അവിടെ ഇരുന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഒരു പുള്ളത്തന്നെ ഒരു പ്ലാനിട്ട് എന്താ സോഫിയ നീ പ്രൊപ്പോസ് ചെയ്യാ ഇപ്പം നോക്ക് അങ്ങനെ എല്ലാവരുടെ പേര് വിളിക്കുന്നത് പാട്ട് പാടാൻ ഒരു ഗേളിൽ വിളിക്കാൻ നമ്മളെ ഹീറോയിൻ നല്ല സ്റ്റൈലായിട്ട് കയറിയിട്ട് സ്റ്റേജിലിരുന്ന് പാട്ട് പാടാൻ തുടങ്ങി. ഹീറോയിൻ പാട്ട് നല്ല സൂപ്പറായിട്ട് പാടായിരുന്നു. എല്ലാ ബോയ്സും കണ്ണെടുക്കാതെ ഹീറോയിനെ നോക്കായിരുന്നു. 7 മെമ്പേഴ്സ് നോക്കായിരുന്നു ഹീറോയിനെ. അതിൽ ജങ്കുക്ക് ജിമ്മിന് ഭയങ്കര സൈറ്റ് അടിക്കായിരുന്നു. വി ഫോൺ നോക്കായിരുന്നു. എന്താ ഇവർ ശ്രദ്ധിയില്ലല്ലോ എന്ന് വി അവർ നോക്കും. ഇവരെവിടെ നോക്കുന്നത് വി നോക്കുക. അത് വിയും ഫ്ലാറ്റ് 7 പേർ ഹീറോയിൻ വെച്ച് കണ്ണെടുക്കാൻ സൈറ്റ് അടിക്കുന്നതൊക്കെ. ഇത് സോഫിയൊക്കെ ടെൻഷൻ ജിന്ന് സൈറ്റ് അടിക്കാൻ ജിന്ന് ഹീറോയിനെ സൈറ്റ് അടിക്കാമെങ്കിൽ സോഫിയൊക്കെ ടെൻഷനായിരുന്നു. എന്ന് പറഞ്ഞ് സോഫി മൂടി ചേഞ്ചായി. അങ്ങനായിട്ട് ഹീറോയും ഇങ്ങനെ നടന്ന് സംസാരിച്ചോട് വന്നായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ. നല്ല ഉണ്ടല്ലോടി എന്നാൽ ഐസ്ക്രീം എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞത് സംസാരിക്കായിരുന്നു. അങ്ങനെയിട്ട് ജിന്ന് പോകുന്ന കണ്ട് ഇത് കണ്ട് സോഫിയ ജിന്ന് പുറകിൽ വന്നിട്ടുണ്ട്. ശരി വാ പോയിട്ട് നോക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ജിന്നിനൊക്കെ പ്രൊപ്പോസ് ചെയ്തു സോഫിയ. ജിന്ന് തിരിഞ്ഞു നോക്കി എന്താ പ്രശ്നമെന്ന് പറഞ്ഞു. സാർ ഐ ലവ് യു സാർ. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് സോഫിയ? നിങ്ങൾ ഭയങ്കര ഹാൻസമായിട്ടുണ്ട്. വളരെ ഹാൻസമാണ്. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കോളേജ് വന്നപ്പോഴേ നിങ്ങൾ ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തായിരുന്നു. ഇതെല്ലാം ഹീറോയിൻ നോക്കി ചിരിക്കായിരുന്നു. പ്രപ്പോസാ നടക്കട്ടെ എന്ന് പറഞ്ഞതിന് ഹീറോയിൻ നോക്കിയായിരുന്നു. ഇതേതാ അത് ജിന്ന് നോക്കുമ്പോൾ ഇവൾ നോക്കും.